നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു, ഞാൻ പൈസയും കൊടുത്തു. അല്ല, എനിക്ക് എന്തെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ? അയ്യോ, അതിന് ചേട്ടൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചു വിടുന്നില്ലല്ലോ. എന്താണ് പ്രോബ്ലം? ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ. താങ്ക് യു. കണ്ടോടി, നിന്നെക്കാളും സ്നേഹമാ ലതികയ്ക്ക് എന്നോട്. നിനക്ക് തോന്നിയില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ആ ലതികയോ? ഇത് അന്ന് വാങ്ങിച്ച സാരിയല്ലേ? അതെ. നന്നായിരിക്കുന്നു. ഇറ്റ് മാച്ചസ് വിത്ത് യു വെരി വെൽ. താങ്ക് യു. നിഷയില്ലേ? മുകളിലുണ്ടാവും. പുതിയ പോയിട്രി കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നീ നിന്റെ ഒരു പോയിട്രി കളക്ഷൻ. ചേട്ടാ ആരാന്ന് പറഞ്ഞേ? ഇത് ഞാനല്ലേ? ആണോ? ഈ നോക്ക്, നന്നായിട്ടുണ്ട്. ഇത് ഞാനെടുത്തോട്ടെ? താങ്ക് യു. ചേട്ടാ, ഞങ്ങൾ ലൈബ്രറി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? റെഡിയല്ലേ? എന്താ ലതികയുടെ മുഖത്ത്? ഒന്നുമില്ല, വെറുതെ പറയാ. അയ്യേ, ഫസ്റ്റ് പാർട്ടിയാണ്. കൊള്ളാലോ. നിന്നെ പോലൊരു വണ്ടി. കേറി പൂളായി. അയ്യോ, എന്റെ സ്കേർട്ടൊക്കെ നനയുന്നു. ലതിക എങ്ങോട്ടാ? വീട്ടിലേക്കാ. കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിഷ വന്നില്ലേ? അവിടെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആനന്ദ് ശങ്കർ ഉണ്ടോ? ഉണ്ടല്ലോ. വേണോ? അറിയോ ഫാൻ ഓഫ് ആനന്ദ് ശങ്കർ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഐ ജസ്റ്റ് ലൈക്ക് ഹിം. കണ്ണൂടെ കാണാൻ വയ്യ.
എന്താ? ചാട്ടാവുന്നല്ലോ. ഡെൽക്കോല് വെള്ളം കയറുന്നു. കുറച്ചുനാളായി ഞാൻ ലതികയോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ലതികയ്ക്കറിയാമല്ലോ. ഈ ചുറ്റുപാടിൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് ലതിക കാണുമ്പോൾ. ലതിക തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ലതിക വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇതൊന്ന് തുറന്നു പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. പക്ഷേ പലപ്പോഴും I want you. Lydia, please. ഇല്ല സാർ, അവൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ആ കുഞ്ഞ്? അതാണല്ലോ അവളുടെ ദുരന്തം. ആരോട് ഒരു ദ്രോഹവും ചെയ്യാത്ത അവൾക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാ. ശ്രീകേട്ടനുമായുള്ള അവളുടെ വിവാഹം വരെ നിശ്ചയിച്ചതാ. പക്ഷേ ലതികയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തത് അവൾ സ്വന്തം സഹോദരനെ പോലെ കരുതിയിരുന്നൊരു മനുഷ്യനാണ്. അതിന്റെ ഓർമ്മയാണ് ആ കുഞ്ഞ്. അയാളാണ് അതിന്റെ അച്ഛൻ. അതാരാണെന്ന് ലേഖയ്ക്ക് അറിയാമോ? ഇല്ല സർ, എത്ര ചോദിച്ചിട്ടും അവൾ അതുമാത്രം പറഞ്ഞിട്ടില്ല. അതിന്റെ ഓർമ്മയാണ് അയാളാണ് അതിന്റെ അച്ഛൻ. എന്തിനാ വിളിപ്പിച്ചത്? ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഒരപേക്ഷയുണ്ട്. ഞാൻ ലതികയെ വിവാഹം കഴിക്കാം. ആ കണക്കിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളെ വിവാഹം കഴിക്കേണ്ടി വരും? ലതിക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതൊക്കെ ശരി തന്നെയായിരുന്നു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതി അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം പാടെ തകർത്തിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാമെന്ന്. എനിക്ക് ആ ഔദാര്യം ആവശ്യമില്ല. ഞാനൊരു ഔദാര്യം കാട്ടുക. ഐ നീഡ് യു. എനിക്കൊരു മോനുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. മോൻ നിങ്ങളുടെ തന്നെയാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഇനിയും എന്നെ പരീക്ഷിക്കരുത്. ലതികയുടെ എല്ലാ ചുറ്റുപാടുകളും മനസ്സിലാക്കിയവനാണ് ഞാൻ. ലതികയ്ക്കറിയാമോ, വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഞാൻ ലതിക എവിടെയൊക്കെ അന്വേഷിച്ചു വന്നു. എനിക്കിതൊന്നും കേൾക്കണ്ട. എല്ലാത്തിനും ഞാൻ ഒന്നുകൂടെ മാപ്പ് ചോദിക്കാം. കഴിഞ്ഞൊക്കെ മറക്കും. ഞാൻ എന്നെ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ എനിക്ക് എന്റേതെന്ന് അവകാശപ്പെടാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടെന്ന് അറിഞ്ഞത് മുതൽ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം ഉണ്ടായതുപോലെ. അതിപ്പോഴുണ്ടായ അറിവല്ലേ? നിങ്ങൾക്കറിയുമോ, മോനെ വയറ്റ് വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന, നാലുപാടിൽ നിന്ന് ഞാൻ ഏറ്റ പരിഹാസങ്ങൾ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും. നമ്മുടെ കുഞ്ഞോ? എന്നെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവന്റെ അച്ഛനായി നിങ്ങളെ 4 പേരെ അംഗീകരിക്കൂ. ലതിക എന്നോട് പ്രതികാരം ചെയ്യാണ്. നിങ്ങൾക്കതറിയില്ല. ആ കുഞ്ഞൊരിക്കലും ജനിക്കരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പിറന്നു വീണപ്പോൾ ഞാൻ അവനെ വെറുത്തു. പക്ഷേ ഇന്നെന്റെ ജീവനാണ് അവൻ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തവനാണ് നിങ്ങൾ. എന്റെ സ്ത്രീയേട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്റെ വയറ്റിൽ പിറന്ന കുഞ്ഞിന്റെ അച്ഛൻ സ്ത്രീയേട്ടനല്ലെന്ന് അറിഞ്ഞപ്പോൾ പറയൂ, ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? പറയൂ, പറയാൻ പറയൂ.